പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ ഒരു വചനത്തെക്കുറിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ എവിടെയാണ് വസിക്കുന്നത് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ, ചില കാര്യങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ യേശുവിൽ വിശ്വസിക്കുന്നവർ, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്ന ആൾക്കാർ സ്വർഗത്ത് പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നവർ, യേശുവിനെ വിശ്വസിക്കുന്നവർ സ്വർഗത്ത് പോകുമെന്ന് പറയുന്നു. വചനം വായിക്കുമ്പോൾ അറിയാം, നിങ്ങൾ പൂർണ്ണമായി മാനസാന്തരപ്പെട്ട് വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ചാൽ നിങ്ങളെ മരണശേഷം നിങ്ങൾ സ്വർഗത്ത് പോകും. അപ്പോൾ യേശുവിൽ വിശ്വസിക്കാത്ത ഒരു വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ എവിടെ പോകുമെന്ന് ചോദിച്ചാൽ, ചിലർ പറയും മരിച്ചു കഴിഞ്ഞാൽ എവിടെ പോകാൻ, മരിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോകും. എവിടെ പോകും നമുക്കറിയത്തില്ല. ആത്മാവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർ പറയും ആത്മാവ് ഉണ്ടായിരിക്കാം. ആത്മാവ് ഉണ്ടാകുന്ന എനിക്കറിഞ്ഞൂടാ. ചിലപ്പോൾ ആത്മാവില്ലായിരിക്കും, ചിലപ്പോൾ ഉണ്ടായിരിക്കും. എവിടെ പോകുന്ന എനിക്കറിഞ്ഞൂടാ എന്ന് പറയും. ചിലയിടത്ത് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ കർമ്മങ്ങൾ ചെയ്യുന്നത് അത് ഒരു ശാന്തിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ശാന്തി കിട്ടുമില്ല അതെന്ന് പറഞ്ഞുവിടാ, ശാന്തി കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു പ്രത്യാശയുണ്ട്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വർഗത്ത് പോകും. അപ്പോൾ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഈ ഒരു പ്രത്യാശയുള്ളൂ. ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്ത് പോകും. സ്വർഗവുമുണ്ട് നരകവും ഉണ്ട് എന്ന് പറയും. അപ്പോൾ യേശുവിൽ വിശ്വസിക്കാത്തൊരു വ്യക്തിക്ക് എവിടെ പോകുമെന്ന് അറിഞ്ഞൂടാ. അവൻ മരിച്ചു കഴിഞ്ഞാൽ എന്തായി തീരുമെന്ന് അറിഞ്ഞൂടാ. ആത്മാവ് ഉണ്ടാന്ന് ചോദിച്ചാൽ ആത്മാവ് ഉണ്ടാന്ന് അവൻ അറിഞ്ഞൂടാ. അപ്പോൾ അവർ പറയുന്നത് സ്വർഗവും നരകവും എല്ലാം ഭൂമിയിൽ തന്നെയാണ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, പിന്നെ ഒരു കാര്യവുമില്ല മരിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെയാണ് സ്വർഗവും ഇവിടെയാണ് നരകവും. ഇവിടെ ജീവിക്കുക, ഇവിടെ സന്തോഷിക്കുക, ഇവിടെ ആനന്ദിക്കുക. മരണശേഷം പിന്നെ ഒരു കാര്യങ്ങളുമില്ല. അപ്പോൾ തിരുവചനം പഠിപ്പിക്കുന്നു, ആത്മാവ് ഒരിക്കലും മരിക്കുന്നില്ല. ആത്മാവിന് ജീവനുണ്ട്. ആത്മാവിന് മരിക്കുന്നില്ല, ആത്മാവിന് ജീവനുണ്ട്. സഹോദരങ്ങളെ, ഒരു പാവ ഉണ്ടാക്കുന്നൊരു വ്യക്തി കുറേ പ്ലാസ്റ്റിക് സാധനങ്ങളെടുത്ത് അതുകൊണ്ട് കാലുണ്ടാക്കി, അതുകൊണ്ട് കൈ ഉണ്ടാക്കി, അതുകൊണ്ടൊരു തലയുണ്ടാക്കി, അതുകൊണ്ട് ആ പാവയുടെ ശരീരങ്ങളുണ്ടാക്കി, ഈ പാവയുടെ ശരീരമെല്ലാം ഉണ്ടാക്കി, ഈ പാവയുടെ കാലും കൈയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടു ഈ പാവ ഉണ്ടാക്കുന്ന മനുഷ്യൻ ഇതിനെല്ലാം ജോയിപ്പിച്ച് അതിനെ ഒരു ആളിൻ്റെ രൂപമാക്കി എടുക്കും. ആളിൻ്റെ രൂപമാക്കി എടുത്തിട്ട് അപ്പോൾ പിന്നെ ഈ പാവ നടക്കണം, ഈ പാവ ചിരിക്കണം, ഈ പാവ കളിക്കണം, ഈ പാവ പാട്ടുകൾ പാടണം. അപ്പോൾ ഈ പാവ ഇങ്ങനെ ഉണ്ടാക്കി കിടത്തിരിക്കുകയാണ്. അപ്പോൾ ഈ പാവ ഇങ്ങനെ ഈ പാട്ട് പാടണം, ചിരിക്കണം, കളിക്കണമെങ്കിൽ ഈ പാവ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഈ പാവയ്ക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ ഈ പാവയെ എങ്ങനെ പ്രവർത്തിക്കാം, ഈ പാവയെ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും, ഈ പാവ എങ്ങനെ ചിരിക്കും, ഈ പാവ എങ്ങനെ കളിക്കും, ഈ പാവ എങ്ങനെ നടക്കും. അപ്പോൾ അതിനുവേണ്ടി ഈ പാവ ഉണ്ടാക്കിയ വ്യക്തി എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ പാവയുടെ ശരീരത്ത് കറണ്ട് വെച്ച് പിടിപ്പിച്ച് അതിനകത്തൊരു സ്വിച്ചും കൊടുക്കും. ഒരു സ്വിച്ചും കൊടുക്കുമ്പോൾ ഈ പാവയെ എടുത്ത് നൂത്ത് നിർത്തിയിട്ട് കറണ്ട് കൊടുത്തു, ആ പാവയുടെ ശരീരത്ത് സ്വിച്ച് കൊടുത്തു. അപ്പോൾ ഈ സ്വിച്ച് ഇടുമ്പോൾ ഈ പാവ പാട്ട് പാടും, ഈ പാവ കളിക്കും, ഈ പാവ നടക്കും, ഈ പാവ ചിരിക്കും. കാര്യം കറണ്ട് അതിൻ്റെ ശരീരത്തിൽ പാസ് ചെയ്യുമ്പോൾ ഈ പാവ ചിരിക്കുന്നു, ഈ പാവ കളിക്കുന്നു, ഈ പാവ നടക്കുന്നു. സഹോദരങ്ങളെ, ദൈവം മനുഷ്യനെ ഉണ്ടാക്കി കിടത്തിയിട്ട് മനുഷ്യൻ്റെ മൂക്കിൽ ദൈവം ഊതിക്കൊടുത്തപ്പോൾ ദൈവത്തിൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ആത്മാവ്, ദൈവത്തിൻ്റെ ശ്വാസം ഈ മനുഷ്യൻ്റെ ശരീരത്തിൽ വ്യാപരിച്ചു. മനുഷ്യൻ്റെ ശരീരത്തിൽ വ്യാപരിച്ചപ്പോൾ അവൻ ജീവനുള്ള ഒരു മനുഷ്യനായി മാറി, ജീവനുള്ള ഒരു ദേഹിയായി മാറി. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവാണ്, ദൈവത്തിൻ്റെ ജീവനാണ് ഈ ഭൂമിയിൽ കാണുന്ന ഒരേ മനുഷ്യൻ്റെ ശരീരത്തും വ്യാപരിക്കുന്നത്. ദൈവത്തിൻ്റെ ജീവനാണ്, ദൈവത്തിൻ്റെ ആത്മാവാണ്. അപ്പോൾ ദൈവം ഇവിടെ നൽകിയിരിക്കുന്ന ഈ മനുഷ്യൻ്റെ ശരീരത്തിൽ നൽകിയിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ജീവൻ, ഈ ശരീരം ഇല്ലാതായി പോകുമ്പോൾ ഈ ആത്മാവ് തിരിച്ച് ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകും. ഇവിടെ കറണ്ട് ഈ പാവയുടെ ശരീരത്തിൽ നിന്നും ആ കറണ്ടിനെ ഓഫാക്കി കഴിഞ്ഞാൽ ആ പാവയുടെ ശരീരത്തിൽ പിന്നെ കറണ്ടില്ല, ആ കറണ്ട് നഷ്ടപ്പെട്ടു പോയി.
പിന്നെ ഈ പാവയുടെ ശരീരത്ത് സ്വിച്ച് ഓണാക്കിയാൽ മാത്രമേ ഈ പാവയുടെ ശരീരത്ത് കറണ്ട് വരൂ. അത് പിന്നെയും കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യും. സഹോദരൻ, അതേപോലെ നമ്മുടെ ശരീരത്തിരിക്കുന്ന ആത്മാവ് നമ്മളെ ശരീരത്തിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ശരീരം വിട്ട് മാറിക്കഴിഞ്ഞാൽ ഈ ആത്മാവ് പോണത് ദൈവത്തിൻ്റെ അടുത്താണ്. അപ്പോൾ നമ്മൾ എവിടെയാണ് വസിക്കുന്നത്? നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത്? നമ്മളെ നാട് അവിടെയാണ്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഇവിടെ വീടുണ്ട്, നമ്മൾ വീട്ടിലാണ് താമസിക്കുന്നത്, നമുക്ക് വസ്തുവുണ്ട്. പക്ഷേ ഈ വീട് വിട്ട് നമ്മൾ പല സ്ഥലങ്ങളിലും പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ വീട് നമ്മളെ അടുത്ത് തന്നെ കാണും. നമ്മൾ വൈകുന്നേരത്ത് വരുന്നത് ഈ വീട്ടിലാണ്. പക്ഷേ സഹോദരങ്ങളെ, നമ്മൾ വസിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ഈ കൂടാരത്തിലാണ്. ഇത് നമ്മുടെ ശരീരമാണ്. ഈ ശരീരത്ത് നമുക്ക് ബ്ലഡുണ്ട്, ഈ ശരീരത്ത് എല്ലുകളുണ്ട്, ഈ ശരീരത്ത് നരമ്പുകൾ കൊടുത്തിട്ടുണ്ട്, ഈ ശരീരത്ത് ഇങ്ങനെ പല കാര്യങ്ങളും നമ്മളെ ശരീരത്ത് കരൾ, കൂമ്പ്, ലിവർ ഇതെല്ലാം വെച്ചിട്ടുണ്ട്. ഇതെല്ലാം വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടിയാണ്, നമ്മൾ പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മളെ ശരീരത്ത് ജീവനെ ദൈവം തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വസിക്കുന്നത് ഈ ശരീരത്താണ്. ഈ ശരീരത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരിടത്തേക്ക് പോകും. അപ്പോൾ ആ ഒരു സ്ഥലമാണ് സ്വർഗം എന്ന് പറയുന്നത്. അപ്പോൾ സ്വർഗത്ത് പോകണമെങ്കിൽ ദൈവത്തിൻ്റെ വചനമനുസരിക്കണം, പൂർണ്ണമായും മാനസാന്തരപ്പെടണം. മാനസാന്തരത്തെക്കുറിച്ച് പറയുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ പാപങ്ങൾ ചെയ്യരുത്. ലോകത്തിൻ്റെ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ മദ്യം കഴിക്കാൻ പാടില്ല, പുക വലിക്കാൻ പാടില്ല, ആരെയും അടിക്കാൻ പാടില്ല, ആരെയും തെറി വിളിക്കാൻ പാടില്ല, വ്യഭിചാരങ്ങൾ ചെയ്യാൻ പാടില്ല, ആർക്കും ദോഷമായി ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല, നമുക്ക് മോശമായ ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത്രത്തോളം കൺട്രോൾ ചെയ്ത് നമ്മൾ ജീവിച്ചാൽ മാത്രമേ നമ്മൾ സ്വർഗരാജ്യത്ത് പോകും. ഇല്ലെങ്കിൽ നമ്മൾ നരകത്തിൽ പോകും. യേശുവിനെ പ്രാർത്ഥിക്കുന്നവരും കഴുത്തിൽ കുരിശിട്ടുകൊണ്ട് നടക്കുന്നവരും ഇവരെല്ലാവരും ഈ യേശുവിൻ്റെ പ്രതിമയുടെ അടുത്ത് പോയി തൊഴുകുന്നവരും, യേശുവിൻ്റെ പ്രതിമയുടെ അടുത്ത് മെഴുകുതിരി കത്തിക്കുന്നവരും ചന്ദനത്തിരി കത്തിക്കുന്നവരും ഇവരെല്ലാവരും ദൈവത്തിൻ്റെ ആളാണെന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം ദൈവം തന്നെ പറയുന്നു, അവരെന്നെ അപ്പ അപ്പ എന്ന് വിളിക്കുന്നെങ്കിലും അവരാരും എൻ്റെ മക്കളല്ല. അപ്പോൾ ഈ കഴുത്തിൽ കുരിശിട്ടവനും ചന്ദനത്തിരി കത്തിക്കുന്നവനും മെഴുതിരി കത്തിക്കുന്നവരും യേശുവിൻ്റെ മുമ്പ് പോയി ഇന്ന് തൊഴുതുകൊണ്ട് നിൽക്കുന്നവനും വചനം പഠിപ്പിക്കുന്നു, ഇവരെന്നെ അപ്പ അപ്പ എന്ന് വിളിക്കുന്നെങ്കിലും ഇവരാരും എൻ്റെ മക്കളല്ല. അപ്പോൾ ദൈവത്തിൻ്റെ മകനാവണമെങ്കിൽ എങ്ങനെ മകനാവാൻ പറ്റും? അപ്പോൾ യേശു നമ്മളെ ഉള്ളിൽ വസിക്കണം. നമ്മളെ ഉള്ളിൽ വസിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ മകനായി മാറൂ. ഇല്ലാതെ നമ്മൾ കഴുത്തിൽ കുരിശിടുന്നുണ്ട്, നമ്മൾ തെറി വിളിക്കുന്നുണ്ട്, നമ്മൾ പോയി വിളക്ക് കത്തിക്കുന്നുണ്ട്, നമ്മൾ അടികൂടാൻ പോകുന്നുണ്ട്, നമ്മൾ പോയി മെഴുതിരി കത്തിക്കുന്നുണ്ട്, നമ്മൾ മോശമായ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ദൈവം തന്നെ പറയുന്നുണ്ട്, ഇവരെന്നെ അപ്പ അപ്പ എന്ന് വിളിക്കുന്നെങ്കിലും എൻ്റെ വാക്കുകൾ അനുസരിക്കുന്നില്ല, എന്നെ ബഹുമാനിക്കുന്നില്ല, ഇവർ മ്ലേച്ഛതകൾ പ്രവർത്തിക്കുന്നു, ഇവർ മോശമായുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവരെൻ്റെ മക്കളല്ല. അപ്പോൾ കഴുത്തിൽ കുരിശുണ്ടെങ്കിലും ദൈവം പറയുകയാണ്, ഇവനെൻ്റെ മകനല്ല, ഇവനെൻ്റെ മക്കളല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ കഴുത്തിൽ കുരിശിട്ടുണ്ടോ, നമ്മൾ മെഴുതിരി കത്തിച്ചുകൊണ്ടോ ചന്ദനത്തിരി കത്തിച്ചുകൊണ്ടോ ഒരു യേശുവിൻ്റെ ഒരു പ്രതിമ മേടിച്ചതുകൊണ്ടോ അതിലൊന്നും ഒരു കാര്യവുമില്ല. ഇതെല്ലാം വെറുതെയാണ്. അപ്പോൾ ദൈവം നമ്മൾ പ്രസാദിക്കണമെങ്കിൽ, ദൈവം നമ്മളെ അനുഗ്രഹിക്കണമെങ്കിൽ നമ്മൾ യേശുവിനെ പൂർണ്ണമായി വിശ്വസിക്കണം, ഹൃദയം കൊണ്ട് യേശുവിനെ സ്വീകരിക്കണം, നമ്മളെ ഉള്ളിൽ യേശു വസിക്കണം. അപ്പോൾ യേശു നമ്മളെ ഉള്ളിൽ വസിക്കുന്നെങ്കിൽ നമുക്ക് മറ്റൊരാളിനെ സ്നേഹിക്കാൻ പറ്റും, മറ്റൊരാളിനെ കരുതാൻ പറ്റും, മറ്റൊരാളിനെ സഹായിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. യേശു നമ്മളെ ഉള്ളിൽ ഇല്ലെങ്കിൽ നമ്മളൊരാളിനെ അടിക്കും, നമ്മളൊരാളിനെ ചീത്ത വിളിക്കും, നമ്മൾ മോശമായ പല കാര്യങ്ങളും നമ്മൾ ചെയ്യും. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, നിങ്ങൾ യേശുവിനെ അപ്പ അപ്പ എന്ന് വിളിക്കുന്നെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ യേശുവില്ല. നമ്മൾ അപ്പ അപ്പ എന്ന് വിളിക്കുന്നെങ്കിലും നമ്മളെ ഹൃദയത്തിൽ യേശുവില്ല. യേശുവില്ലാത്തത് കൊണ്ട് നമ്മൾ തെറി വിളിക്കുന്നു, മോശമായി സംസാരിക്കുന്നു, അടികൂടുന്നു, ചീത്ത വിളിക്കുന്നു, പല കാര്യങ്ങളും നമ്മൾ മോശമായി ചെയ്യുന്നു. എന്തുകൊണ്ട്? നമ്മളെ ഹൃദയത്തിൽ യേശുവില്ല. സഹോദരങ്ങളെ, നമ്മളിവിടെ കൂടുതൽ ദിവസവും നമ്മളിവിടെ ജീവിക്കുന്നില്ല. വചനം പഠിപ്പിക്കുന്നത് നിങ്ങൾ 70 80 വയസ്സ് വരെ ജീവിക്കും എന്ന് പറയുന്നു. പക്ഷേ എങ്കിലും ഇപ്പോൾ കൊച്ചു പിള്ളേരെ തന്നെ മരിക്കുന്നുണ്ട്.
വണ്ടി ഇടിച്ച് മരിക്കുന്നുണ്ട്, പലതിലും ആൾക്കാർ മരിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? അപ്പോൾ അവരെ അപ്പോഴത്തെ സാഹചര്യത്തിൽ അവർ പിടിച്ചിരിക്കാൻ പറ്റാതെ ചിലർ പോയി തൂങ്ങി മരിക്കുന്നു, ചിലർ പോയി വിഷമടിച്ച് മരിക്കുന്നു, ചിലർ വാഹനം അപകടം പറ്റി മരിക്കുന്നു, ചിലർ അസുഖങ്ങൾ വന്ന് മരിക്കുന്നു, കൊച്ചു കുഞ്ഞുങ്ങൾ വരെ അസുഖങ്ങൾ വന്ന് മരിക്കുന്നു. അപ്പോൾ മരണം ഉണ്ട്, പക്ഷേ അത് എപ്പോഴാണെന്ന് ഉറപ്പില്ല. അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് ദിവസമാണ് ജീവിക്കുന്നത്. ഈ കുറച്ച് ദിവസം ദൈവത്തെ ഭയന്ന്, ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിച്ചുകൊണ്ട്, നമ്മൾ വിശുദ്ധിയിലും വേർപാടിലും ഈ പാപം നിറഞ്ഞ ലോകത്ത് പാപങ്ങൾ ചെയ്യാതെ, മറ്റുള്ള മോശപ്രവൃത്തികൾ ചെയ്യാതെ, നമ്മളെ കൂട്ടുകാരെ സ്നേഹിച്ചുകൊണ്ട്, നമ്മളെ അയൽക്കാരെ സ്നേഹിച്ചുകൊണ്ട്, നമ്മളെ അച്ഛനെ സ്നേഹിച്ചുകൊണ്ട്, നമ്മളെ അമ്മയെ സ്നേഹിച്ചുകൊണ്ട്, നമ്മളെ സഹോദരങ്ങളെ സ്നേഹിച്ചുകൊണ്ട്, നമ്മൾ ദൈവത്തിൻ്റെ വചനം അനുസരിച്ചുകൊണ്ട്, പള്ളിയിൽ പോയി ദൈവത്തെ ആരാധിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ച് അങ്ങനെ സന്തോഷമായി മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ദാരിദ്ര്യവും പ്രയാസവും എല്ലാം ഉണ്ടാകും. നമ്മൾ ഈ ഭൂമിയിൽ ഒരു സുഖകരമായ ഒരു ജീവിതം നമുക്ക് ഈ ഭൂമിയില്ല. നമ്മൾ ഈ ഭൂമി ജീവിക്കുമ്പോൾ ഒരുപാട് പ്രതികൂലങ്ങളും പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. ഇതെല്ലാം തരണം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റൂ, നമുക്ക് ദൈവത്തെ ആരാധിച്ച് ജീവിക്കാൻ കഴിയൂ. ഇല്ലാതെ ഒരു സുഖമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് ഭൂമി കിട്ടത്തില്ല. നമ്മൾ യേശുവിനെ ആരാധിക്കുമ്പോൾ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ദാരിദ്ര്യങ്ങൾ പ്രയാസങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഇതെല്ലാം സഹിച്ച് നമ്മൾ മുന്നോട്ട് ജീവിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ മരണശേഷം നമ്മൾ സ്വർഗത്ത് പോകും. അപ്പോൾ നമ്മൾ വസിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ, നമ്മൾ വസിക്കുന്നത് ഒരു ശരീരത്താണ്. അപ്പോൾ ഈ ശരീരത്ത് എല്ലുകളുണ്ട്, ഈ ശരീരത്ത് ബ്ലഡുണ്ട്, ഈ ശരീരത്ത് നരമ്പുകളുണ്ട്, ഈ ശരീരത്ത് രോമങ്ങളുണ്ട്, ഈ ശരീരത്ത് മാംസങ്ങളുണ്ട്. നമ്മളൊരു പച്ചയായ ഒരു ശരീരം, പച്ചയായ ഒരു മാംസത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, പച്ചയായ ഒരു ശരീരത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ വസിക്കുന്ന സ്ഥലം ഒരു കൂടാരമാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരം ഒരു കൂടാരമാണ്. ഈ കൂടാരത്തിലാണ് നമ്മൾ വസിക്കുന്നത്, ഈ കൂടാരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു ദിവസം ദൈവം, നമ്മുടെ അപ്പൻ, നമ്മളെ സൃഷ്ടിച്ച അപ്പൻ ദൈവം പറയാണ്, മോനെ നീ കയറി വാടാ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ശരീരം ഈ ഭൂമിയിലിട്ടിട്ട് നമ്മളിവിടെ നിന്ന് പറന്നു പോകും. അപ്പോൾ പറന്നു പോണത് അപ്പൻ്റെ അടുത്താണ്. അപ്പോൾ അവിടെ അപ്പൻ്റെ അടുത്ത് പോകണമെങ്കിൽ, അപ്പൻ്റെ കൂടെ ഇരിക്കണമെങ്കിൽ നിങ്ങൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ചാൽ മാത്രമേ സ്വർഗത്ത് പോകാൻ പറ്റൂ. ഇല്ലാതെ പള്ളിയിൽ പോയി വടിയുണ്ടാക്കി, നാട്ടിൽ കിടന്ന് വടിയുണ്ടാക്കി, പല മ്ലേച്ഛതകളും കാണിച്ച് ജീവിച്ച് മരിച്ചാൽ സ്വർഗത്ത് പോകുമെന്ന് പറയാൻ പറ്റത്തില്ല. സ്വർഗത്ത് പോകണമെങ്കിൽ ഭൂമിയിൽ വിശുദ്ധി ജീവിക്കണം, ദൈവത്തിൻ്റെ വചനങ്ങൾ അനുസരിക്കണം. കർത്താവ് നമ്മുടെ സമയം തീരുമ്പോൾ കർത്താവ് ദൈവം പറയും, മോനെ ഇനി കയറിവാടാ എന്ന് പറയുമ്പോൾ ഈ ശരീരം ഇവിടെ ഇട്ടിട്ട് നമുക്കിവിടെ നിന്ന് പറന്നു പോകാൻ കഴിയും. അപ്പോൾ നമ്മൾ വസിക്കുന്നത് ഈ കൂടാരത്തിനകത്താണ്. അപ്പോൾ ഈ കൂടാരം വിട്ട് നമുക്കിവിടെ നിന്ന് പോകാൻ സമയമാകുമ്പോൾ നമ്മുടെ അപ്പം വിളിക്കും, മോനെ ഇനി കയറിവാടാ എന്ന് പറയുമ്പോൾ ഈ കൂടാരം വിട്ട് നമ്മളിവിടെ നിന്ന് പോകണം. അപ്പോൾ നമ്മൾ വസിക്കുന്നത് ഈ ശരീരത്താണ്. ഒരു പാവക്കുട്ടിയുടെ ദേഹത്ത് കറണ്ട് കൊടുക്കുമ്പോൾ ആ പാവ ചിരിക്കുന്നു, ആ പാവ കളിക്കുന്നു, ആ പാവ നടക്കുന്നു. ആ കറണ്ട് ഓഫാകുമ്പോൾ ആ പാവ ചത്തതുപോലെ ഇവിടെ കിടക്കും. അപ്പോൾ അതേപോലെ നമ്മളെ ശരീരത്തിരിക്കുന്ന ആത്മാവ് ദൈവം വിളിക്കുമ്പോൾ ഇവിടെ നിന്ന് പോകും. പിന്നെ നമ്മളെ ശരീരത്തിന് ജീവമില്ല, പിന്നെ ഈ ശരീരം ചലിക്കുന്നില്ല, പിന്നെ ഈ ശരീരം പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ നമ്മൾ വസിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ, നമ്മൾ വസിക്കുന്നത് ഈ കൂടാരത്തിലാണ്. ഈ കൂടാരം വിട്ട് നമ്മൾ പോണ ഒരു ദിവസമുണ്ട്. ആ ദിവസം വരെ ദൈവത്തെ ഭയഭക്തിയോടും വിറയലോടും പരിജ്ഞാനത്തോടും യേശുവിനെ ആരാധിക്കുക, യേശുവിൻ്റെ വചനങ്ങൾ അനുസരിക്കുക. യേശുവിൻ്റെ വചനത്തെ അറിഞ്ഞുകൂടാത്ത ആൾക്കാർ ഉണ്ടെങ്കിൽ നിങ്ങളും യേശുവിനെ വിശ്വസിക്കണം. കാര്യം, മരണശേഷം സ്വർഗത്ത് പോകണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം അനുസരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ നരകത്തിൽ പോകും. നരകത്തെക്കുറിച്ച് ചെറിയ കാര്യങ്ങൾ പറയാം. നരകത്തെക്കുറിച്ച് പറയുന്നു, അവിടെ കെടാത്ത തീ എന്ന് പറഞ്ഞാൽ ആ തീ ഒരിക്കലും നശിച്ചിരുന്നില്ല. ആ തീ എല്ലാ ദിവസവും കത്തിക്കൊണ്ടിരിക്കും. ചാവാത്ത പുഴുക്കളുണ്ട്. ചാവാത്ത പുഴുക്കളെന്ന് പറഞ്ഞാൽ വലിയ വലിയ ചാവാത്ത പുഴുക്കൾ ഈ തീക്കകത്തുണ്ട്. ഈ പുഴുക്കൾ ഒരിക്കലും ചാവുന്നില്ല. പിന്നെ തിളയ്ക്കുന്ന എണ്ണ ഉണ്ടെന്ന് പറയുന്നു. വലിയൊരു പാത്രത്തിൽ എണ്ണ തിളപ്പിച്ചുകൊണ്ടിരിക്കും. ഈ എണ്ണയ്ക്കകത്താണ് അവിടെ വരുന്ന ആത്മാക്കളെ എടുത്ത് മുക്കുന്നത്. ഈ തീക്കകത്താണ് ഈ ആത്മാക്കൾ കിടന്ന് വേവുന്നത്. അവിടെ കിടക്കുന്ന പുഴുക്കളെല്ലാം നമ്മുടെ ദേഹത്ത് കയറും. ഇപ്പോൾ നമ്മുടെ ദേഹത്ത് ഒരു പുഴു കടിച്ചാൽ എങ്ങനെ ഇരിക്കും, അതേപോലെ തന്നെ അപ്പോഴും അങ്ങനെ സംഭവിക്കും എന്ന് പറയുന്നു. അപ്പോൾ ആ കഷ്ടതയായ ഒരു സ്ഥലത്ത് പോകുന്നതിനേക്കാൾ നല്ലതാണ് നമ്മൾ ഈ ഭൂമിയിൽ ഭയഭക്തിയോടെ
പാപം ചെയ്യാതെ മറ്റൊരുത്തനെ ഉപദ്രവിക്കാതെ സമാധാനമായി യേശുവിനെ ആരാധിച്ച് ജീവിച്ചാൽ മരണശേഷം സ്വർഗത്ത് പോവാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.